ഹലോ, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ്. ഫോർ എവർ ലിവിങ് ബിസിനസ് സേഫ് ആണോ? ഇത് ജെനുവിൻ ആണോ? അതോ ഫ്രോഡാണോ? എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ആൾക്കാർ നെഗറ്റീവ് പറയുന്നത്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് തെറ്റല്ല, ചോദിക്കുന്നത് സ്മാർട്ട്നെസ് ആണ്. സുഹൃത്തുക്കളെ, ഏതൊരു ബിസിനസ് ആണെങ്കിലും സക്സസ് സ്റ്റോറീസ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഒപ്പീനിയൻസും ഉണ്ടാവും. പ്രോപ്പർ നോളജ് ഇല്ലാത്ത ആളുകൾ, റോങ് പീപ്പിൾ, റോങ് വേയിൽ ചെയ്ത എക്സ്പീരിയൻസുകൾ, എഫേർട്ട് ഇല്ലാതെ ഇൻകം എക്സ്പെക്റ്റ് ചെയ്തവർ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഫിയർ. ഇത് ബിസിനസ്സിൻ്റെ ഫോൾട്ടല്ല, സിസ്റ്റം മിസ്യൂസ് ചെയ്യുന്നതാണ്. ഫോർ എവർ ലിവിങ് 30+ ഇയേഴ്സ് ഓൾഡ് ഇൻ്റർനാഷണൽ കമ്പനിയാണ്. 90-ലധികം രാജ്യങ്ങളിൽ ലീഗലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി. അലോവേര ബേസ്ഡ് ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രൊഡക്ട്സ്, മാനുഫാക്ചറിങ് ടു മാർക്കറ്റിംഗ് എല്ലാം കമ്പനി തന്നെ. ഇത് ഓൺലൈൻ സ്കാം അല്ല, ഇതൊരു ഓവർനൈറ്റ് മണി സ്കീമല്ല, ഇത് ഇല്ലീഗൽ വർക്കുമല്ല, ഇതൊരു റിയൽ ബിസിനസ് മോഡലാണ്. ഹോണസ്റ്റായിട്ട് പറയട്ടെ, ഇതിലെല്ലാവരും സക്സസ് ആവില്ല. വർക്ക് ചെയ്യുന്നവർ മാത്രം സക്സസ് ആവും. പഠിച്ചാൽ എക്സാം പാസ്സാവും, പ്രാക്ടീസ് ചെയ്താൽ സ്കിൽ ഇംപ്രൂവ് ആവും. കൺസിസ്റ്റൻസി പ്ലസ് ഗൈഡൻസ് ഉണ്ടെങ്കിൽ റിസൾട്ടും ഉണ്ടാകും. ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് റിച്ച് ഡ്രീം കൊണ്ടല്ല, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്. ഫാമിലി ടൈം നഷ്ടപ്പെടുത്താതെ ചെയ്യാൻ പറ്റുന്ന വർക്ക്, ലോങ് ടേം ഗ്രോത്ത് പോസിബിലിറ്റി. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഫോർ എവർ ലിവിങ് ചൂസ് ചെയ്തത്. ഞാൻ ഇപ്പോഴും ലേൺ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നെഗറ്റീവ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ക്വസ്റ്റ്യൻ ചെയ്യുക, സ്റ്റഡി ചെയ്യുക, കമ്പനി ബാക്ക്ഗ്രൗണ്ട് നോക്കുക, പ്രൊഡക്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ദെൻ ഡിസിഷൻ എടുക്കുക. ബ്ലൈൻഡായി ജോയിൻ ചെയ്യരുത്, ബ്ലൈൻഡായി റിജക്റ്റും ചെയ്യരുത്. നിങ്ങൾക്ക് ഫോർ എവർ ബിസിനസ്സിനെ കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് കേൾക്കുമ്പോൾ മാത്രം നിർത്തരുത്. മെസ്സേജ് ചെയ്യുക, ഞാൻ ഫാക്റ്റും ട്രൂത്തും കാമായി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും റൈറ്റ് ഡിസിഷൻ എടുക്കാനുള്ള ജ്ഞാനമുണ്ടാവട്ടെ.